ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭാപ്രസംഗി 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. നീ നേർന്നത് കഴിക്കുക. നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. ഹൃദയമാകുന്ന മന്ദിരത്തിലുണ്ടാകുന്ന പാപങ്ങളെ നീക്കിക്കളയുവാൻ യേശുവിന് അധികാരമുണ്ട്. അവൻ ആ ഹൃദയത്തിൻ്റെ കന്മഷമെല്ലാം അകറ്റി നന്മ വളരേണ്ടതിന് ശുദ്ധീകരിച്ച് അതിനെ ദൈവാധിവാസയോഗ്യമാക്കി തീർക്കുന്നു. അഹങ്കാരം, മാത്സര്യ മനോഭാവം, ആത്മാഭിമാനം, കാപട്യം എന്നിത്യാദിയുള്ള ദോഷങ്ങളെയെല്ലാം അകറ്റി ഹൃദയമാകുന്ന ക്ഷേത്രം പ്രാർത്ഥനയുടെയും ദൈവവുമായുള്ള ആശയവിനിമയത്തിൻ്റെ ഭവനമാക്കി മാറ്റുന്നു. യേശു നമ്മുടെ യജമാനൻ അഥവാ കർത്താവായി ജീവിതത്തെ നയിക്കുമ്പോൾ അവൻ നമ്മോട് പറയും, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന യേശുവിൻ്റെ ഉപമയിലെ 2 പുത്രന്മാരോട് പിതാവ് പറയുകയാണ്, നിങ്ങൾ ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യുക. ഇവരുടെ മറുപടിയിൽ 2 കാര്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. ഒന്നാമത്തവൻ പറഞ്ഞു, എനിക്ക് മനസ്സില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്നതിനെക്കുറിച്ച് എനിക്ക് എൻ്റേതായ ആശയങ്ങളും നീതിയും പരിഗണനയും വിലയിരുത്തലുമുണ്ട്. എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഭാരിച്ച ത്യാഗമാണ്. രണ്ടാമത്തെ മകൻ്റെ അടുക്കൽ ചെന്നു, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ പോകാം അപ്പ എന്ന് എല്ലാ ബഹുമാനത്തോടും കൂടി മറുപടി നൽകി. പക്ഷേ അവൻ അതിനെ അവഗണിച്ചു. ഈ മകൻ പിതാവിൻ്റെ പ്രീതി ആഗ്രഹിച്ചു, എന്നാൽ അനുസരണമാണ് മുഖ്യമെന്ന് താൻ മനസ്സിലാക്കിയില്ല. ഇന്നത്തെ പോലെ നാളെയും ശുഭമാണ്. ഇന്ന് എനിക്ക് മറ്റ് പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിനുശേഷം ഞാൻ പോകാം. അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധമാക്കുന്നതിന് മുമ്പ് തൻ്റെ ഉത്തരവാദിത്വം പരിഗണിക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടിരിക്കാം. നല്ല മനസ്സോടും കൃപയോടും ഉരുത്തിരിയുന്ന അനുസരണമാണ് വിശിഷ്ടമായത്. 2 മക്കളും അവരുടെ പ്രതികരണങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശ്യങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ടതുണ്ട്. എനിക്ക് മനസ്സില്ല, ഞാൻ പോകുകയില്ല എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സില്ലായ്മയെയും കുറ്റബോധത്തെയും വ്യക്തമാക്കുന്നു. ഞാൻ പോകാം അപ്പ എന്ന് പറഞ്ഞിട്ടും അനുസരിക്കാതിരുന്നത് ദൈവഹിതം ചെയ്യാനെങ്കിലും ഉദ്ദേശിക്കുന്നു എന്ന ചിന്തയിൽ മനസ്സാക്ഷിയെ സാന്ത്വനപ്പെടുത്തുകയാണ്. ഇത് ഇലകളുള്ള ഫലം കായ്ക്കാത്ത അത്തിമരം പോലെ നിഷ്ക്രിയമാണ്. ആദ്യ മകൻ്റെ മാനസാന്തരം സ്വീകാര്യമായിരുന്നു. അവൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു. എന്നാൽ രണ്ടാമത്തെ മകനോ തൻ്റെ തുടക്കത്തേക്കാൾ അവസാനം മോശമായി മാറി. നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. ദ ക്രിസ്ത്യൻ വേ ഈസ് ഇൻ പെർഫോമൻസ് ആൻഡ് നോട്ട് പ്രോമിസ്, ആൻഡ് ദാറ്റ് ദ മാർക്ക് ഓഫ് എ ക്രിസ്ത്യൻ ഈസ് ഒബീഡിയൻസ് ഗ്രേഷ്യസ്ലി ആൻഡ് കെയർലെസ്ലി ഗിവൺ. ക്രിസ്തീയ മാർഗം പ്രവൃത്തിയിലാണ്, വാഗ്ദാനമല്ല. ഒരു ക്രിസ്ത്യാനിയുടെ അടയാളമോ അനുസരണം കൃപയോടെയും മാന്യതയോടെയും നൽകുന്നതാണ്. ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.